എത്ര വലിയ ജീവിത സൗകര്യങ്ങളും ഭക്ഷണവും ലഭിച്ചാലും മതിവരാത്ത നരജന്മങ്ങളെ ഈ കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ അമ്മയുടെയും മക്കളുടെയും കണ്ണീരിലലിഞ്ഞ കഥനകഥകൾ കണ്ടറിഞ്ഞാൽ നാം എല്ലാവരും എത്രയോ സൗഭാഗ്യവാന്മാരാണെന്ന തിരിച്ചറിവ് ഓരോരുത്തരിലും ഉണ്ടാകും. കൈകാലുകൾ തളർന്ന 2 ആൺമക്കളെയും കാലുകൾ പാതി തളർന്ന് നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന മകളെയും പോറ്റാൻ വിഷമിക്കുകയാണ് 75 വയസ്സുകാരിയായ കുഞ്ഞിക്കാളി. തൃശ്ശൂർ നഗരത്തിലെ ഫ്ലാറ്റ് കൂമ്പാരങ്ങൾക്കും പരിഷ്കൃത ജീവിതങ്ങൾക്കും നടുവിൽ പൂത്തോൾ ഓവർബ്രിഡ്ജ് റോഡിന് താഴെയാണ് ഈ കുടുംബം കഴിയുന്നത്. ഇവരുടെ നൊമ്പരക്കഥകൾ പറയാൻ വാക്കുകൾക്ക് ശക്തി പോരാതെ വരുന്നു. മക്കൾ തന്നോളമെത്തിയാൽ ഇവർ തങ്ങളെ പോറ്റുമെന്ന് കരുതിയ ഈ അമ്മയ്ക്ക് ചെറുപ്പത്തിലെ തന്നെ ആ പ്രതീക്ഷകൾ അപ്പാടെ തകർന്നു. പോളിയോ ബാധിച്ചാണ് മക്കളായ വിജയൻ്റെയും രാജുവിൻ്റെയും കൈകാലുകൾ പൂർണ്ണമായി തളർന്നതും മകൾ അംബികയുടെ കാലുകൾ പാതി തളർന്നതും. മക്കളെ പോറ്റാൻ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് മഞ്ഞപ്പിത്തം ബാധിച്ച് 52-ാം വയസ്സിൽ മരിച്ചെങ്കിലും പൊന്നാമ്പിരി വീട്ടിൽ കുഞ്ഞിക്കാളി തളർന്നില്ല. പട്ടിണിയും പരിഭവങ്ങളുമെല്ലാം ഉള്ളിലൊതുക്കി ഈ അമ്മ മക്കളെ സംരക്ഷിക്കുകയാണ്. എൻ്റെ കാലം കഴിയുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. അതുകൊണ്ട് എൻ്റെ സങ്കടം പറയുന്നതാണ്. ഈ 3 മക്കളെ നോക്കാൻ എനിക്ക് കഴിവില്ലാണ്ടായി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു തന്നാൽ ഞങ്ങൾക്കതൊരു ഉപകാരമായി. പുറം ലോകം കാണാനാകാത്തതിനാൽ കവികളും എഴുത്തുകാരും വർണ്ണിച്ച സുന്ദരഭൂമിയുടെ വർണ്ണക്കാഴ്ചകൾ കാണാൻ വിജയനും രാജുവിനും ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല. കോർപ്പറേഷന്റെ കാരുണ്യത്താൽ ലഭിച്ച പണിതീരാത്ത കൊച്ചുവീടിൻ്റെ അകത്തളങ്ങളിൽ ദൈവം സമ്മാനിച്ച ജീവിതം തള്ളി നീക്കുകയാണിവർ. കിടക്കണമെങ്കിലും എഴുന്നേൽക്കണമെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിലും അമ്മയുടെ സഹായമില്ലാതെ പറ്റില്ല. സ്വയം എണീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ് ഇനി ഒടിയാൻ രാജുവിൻ്റെയും വിജയൻ്റെയും എല്ലുകൾ ബാക്കിയില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കൂട്ടിന് നിറയെ എലികളുമുണ്ട്. പ്രായാധിക്യവും തിമിരം മൂലം പാതി കാഴ്ച നഷ്ടപ്പെട്ടതിനാലും കുഞ്ഞിക്കാളിക്ക് പണിക്ക് പോകാനും സാധിക്കില്ല. സുമനസ്സുകളുടെ കാരുണ്യത്താൽ വല്ലപ്പോഴും ലഭിക്കുന്ന പണവും ഭക്ഷണവും 4 മാസത്തിലൊരിക്കൽ ലഭിക്കുന്ന വികലാംഗ പെൻഷനുമാണ് ഈ കുടുംബത്തിന് ഏക ആശ്രയം. അതിനാൽ ഇവരുടെ വീട്ടിലെ അടുപ്പ് പുകയുന്നത് വല്ലപ്പോഴുമാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നെയാണ്. ഇപ്പൊന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്. വല്ലതും കിട്ടിയെങ്കിൽ ഞങ്ങളങ്ങനെ വെച്ച് കുടിക്കുക, വല്ല കാപ്പി ഉണ്ടാക്കുക കുടിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ 4 എണ്ണം ഭക്ഷണം ഇരിക്കും. ഇരുന്നാലും ആരോടും പോയി പറയുക പിടിക്കുക ഒന്നുമില്ല. ഇങ്ങോട്ട് വല്ലവരും കൊണ്ടു തന്നെങ്കിൽ കുടിക്കും. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം പങ്കുവെച്ച് മക്കൾക്ക് ഈ അമ്മ വാരി നൽകും. പട്ടിണിയാണെങ്കിൽ കുഞ്ഞിക്കാളി മക്കളെ നെഞ്ചോട് ചേർത്ത് കരയും. ഇനി കരയാൻ ഇവർക്ക് കണ്ണുനീർ ബാക്കിയില്ല. താൻ മരിച്ചാൽ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന വേവലാതികൾ മൂലം വിഷമിക്കുന്ന ഈ അമ്മയ്ക്ക് ഒരാഗ്രഹം മാത്രമേയുള്ളൂ. താൻ മരിക്കും മുമ്പ് തൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു വഴി ഒരുക്കി കൊടുക്കണമേ എന്ന്. ശ്രീകേഷ് വലാൻകിര, TC വിനോസ്.